എന്നാ ഞാൻ വരട്ടെ. ശരി. വരട്ടെ സാർ. ഓ, എന്താടാ നിനക്ക് ഇഷ്ടപ്പെട്ടോ? ആ എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നാ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിന് ഉണ്ണിത്താനും വേണ്ടി അല്ല നോക്കിയത്. നന്ദന് പറ്റിയതല്ലെന്ന് തന്നെ ഞാൻ പറഞ്ഞ. എന്താ നീ അവൾക്ക് കണ്ട കുറവ്? നിന്നെ അവളെയും കൂടി കണ്ടിട്ട് അച്ഛനെയും മോളെയും പോലെ ഇരിക്കുന്നു. ഓ, അത് സാരമില്ല. സാരമില്ലെങ്കിൽ പോട്ടെ. പിന്നെ ഉണ്ട് പ്രശ്നം. എന്തു പ്രശ്നം? എന്താ കുട്ടിയുടെ നാള്? ഉത്രാടം. അയ്യോ, ആ നാള് നന്ദന്റെ നാളുമായിട്ട് ഒരിക്കലും പൊരുത്തപ്പെടില്ല. ചതയം ഒരു പക്ഷെ നന്നായിട്ട് ചേരും. അത് നിന്റെ ആളല്ലേ? അതെ, ഞാനാകുമ്പോ പ്രായത്തിൽ ഇതുപോലെ വ്യത്യാസം ഫീൽ ചെയ്യില്ല. അപ്പൊ അതായിരുന്നു അതിന്റെ കാര്യം. ആ, ചുമ്മാതല്ല നന്ദനോട് സംസാരിക്കണമെന്ന് ചോദിച്ചപ്പോ താൻ കയറി വിലക്കിയത്. നടക്കത്തില്ലേ? പിന്നെ ഈ പരിവരുത്ത ശബ്ദം ആ ഇളം പെങ്കൊച്ചിന് കേൾപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? കൊച്ചു പേടിക്കാണെങ്കിൽ ഉണ്ണിത്താന് വേണ്ടി ഞാൻ ആലോചിക്കാം. പക്ഷെ സർക്കാർ ഓഫീസില് ജോലിയും മുട്ടറ്റ മുടിയൊന്നുമില്ല. മുടി വളരാനുള്ള സാധനങ്ങളൊക്കെ മാർക്കറ്റിൽ കിട്ടും. പിന്നെ ജോലിയുടെ കാര്യം, ഫാദറില്ല സർവീസ് ചെയ്ത് മരിച്ച ആ ജോലി ആദരയ്ക്ക് കിട്ടും. പുള്ളിക്കാരനെ കണ്ടിട്ട് അകാലത്ത് വെടിതീരുന്ന സർവ്വലക്ഷണമുണ്ട്. അങ്ങനെയൊന്നും പറയാതെ വണ്ടിയിലോട്ട് കയറി. അയ്യോ, എന്ത് പറ്റി? എന്റെ കർച്ചീഫ് മറന്നുപോയി. ഉണ്ട്. ഓഹോ, ഒരു മുടിഞ്ഞ മറവി. ഓഹോ, ഡോക്ടറെ കാണിക്കണം. ഇയാള് ഇങ്ങോട്ടാ. വരുന്നുണ്ടോ? വാ. മേക്കപ്പെട്ടോളൂ, ഞാനിപ്പോ വരാം. കൺമഷിയുടെ പരസ്യത്തിനുള്ള മോഡലാ. ബാലേട്ടിന് നാണമില്ലേ ഇങ്ങനെ ഒരു മോഡൽസിന് ബൈക്കിൽ വെച്ചോണ്ട് ഊര് ചുറ്റാൻ? ഇല്ല, ചുമ്മാ അല്ല നാട്ടുകാർ ഓരോന്ന് പറയുന്നത്. പറയുന്നൊരു പറയട്ടെ. കാറ്റ് പോകുന്നിടത്തൊക്കെ വേലി കെട്ടാൻ പറ്റും. എന്നാൽ ഇവിടെ വരെ ബൈക്കിൽ കൊണ്ടുവരുന്നേ പറ്റുമല്ലേ? അവൾ ഇനി ഒരുങ്ങി ചമഞ്ഞ് ഓട്ടോറിക്ഷ പിടിച്ച് ഇവിടെ എത്തുമ്പോഴേക്കും ഒരു നേരം ആവും. ഉച്ചയ്ക്ക് മുമ്പ് ഫോട്ടോ എടുത്ത് കൊടുത്താൽ പ്രിന്റ് അടിച്ച് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ തന്നെ ചുമന്നുകൊണ്ട് പോരാന്ന് വെച്ചത്. പിന്നെ നിന്നെ ആരോ പെണ്ണാണെന്നു കേട്ടു. എങ്ങനെയുണ്ട് കക്ഷി? കാര്യം പറയാന്ന് വെച്ച് 8:30 മണി പോലെ കാത്തു നിൽക്കുക. എന്നാ പിന്നെ സമയങ്ങളുണ്ടാ? പറഞ്ഞേ. കാണുന്ന പെമ്പിളയുടെയൊക്കെ പറയാൻ നടക്കുന്ന ഇയാളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒരു കാര്യമില്ലെങ്കിൽ പറയണ്ട. അതെ, നിങ്ങളുടെയൊക്കെ പാവം കണ്ട എന്നെ അയാൾക്ക് കെട്ടിച്ചു കൊടുത്ത മട്ടുണ്ടല്ലോ. പെണ്ണ് കാണൽ ചടങ്ങിനൊക്കെ അതിന്റേതായ ഒരു ത്രില്ലുണ്ട്. അതുകൊണ്ടാ ഞാൻ കൂളായിട്ട് ചെന്ന് നിന്നു കൊടുത്തത്. ഇനി രജിസ്റ്റർ കല്യാണത്തിനാണ് വിധിയെങ്കിൽ ഇതൊന്നും അനുഭവിക്കാൻ പറ്റത്തില്ലല്ലോ. ഇങ്ങനെ ഒരു സംഭവം നടക്കാൻ പോണ വിവരം പേരൻസ് നിന്നെ അറിയിച്ചതേ ഇല്ലേ? എനിക്ക് ചെറിയ സൂചന കിട്ടിയിരുന്നു, പക്ഷെ ഞാൻ അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. ചായ കൊടുത്തിട്ട് ആ മുഖത്തോട്ടൊന്ന് നോക്കിയപ്പോ സത്യം പറഞ്ഞാൽ ഞാൻ അയ്യടാന്നായിപ്പോയി. എന്റെ ഫാദറിന്റെ അല്പമെങ്കിലും സൗന്ദര്യബോധം കാണുമെന്നാ ഞാൻ വിചാരിച്ചത്. അത്രയ്ക്ക് ബോറാണോടി? വികൃതമൊന്നുമല്ല, പക്ഷെ ഒരു വില്ലൻ ലുക്കാ. ഒരുമാതിരി ഈ കോൺട്രാക്ട് അവസാനിപ്പിച്ച് നേരത്തെ പോരുന്ന ചില പട്ടാളക്കാരില്ലേ, അതുപോലെ ഇരിക്കും. അപ്പൊ നിനക്ക് ഇഷ്ടമില്ലെന്ന് നീ അച്ഛനോട് പറഞ്ഞില്ലേ? അതിന്റെ ഒന്നും ആവശ്യം വരുന്നില്ലടി. ജാതകം ചേർന്നിട്ടാണല്ലോ ഇത് നടക്കാൻ. ആ സ്റ്റെപ്പിൽ വരുമ്പോഴേക്കും ഇതങ്ങ് തെറ്റിക്കോളും. അതുവരെ വക്കീൽ ഈ കേസ് വിട്ടായിട്ട് നടന്നോളൂ തന്നെ. റെസ്റ്റ് എടുക്കട്ടെ. വല്ലവരും കണ്ടാ വിചാരിക്കും ഞാൻ ഡ്രൈവറും നീ വലിയ പബ്ലിക് പ്രോസിക്യൂട്ടറുമാണെന്ന്. കാപ്പി എടുത്തു വെച്ചിട്ടുണ്ട് രണ്ടുപേർക്കും, വന്ന് കുടിക്കേ. കേട്ടോമേ, അമ്മയുടെ അരുമ മകൻ പബ്ലിക് പ്രോസിക്യൂട്ടർ നന്ദകുമാർ എന്ന് കോടതിയിൽ ഒരു കലക്കി. തോമസ് സെക്രട്ടറിയ ഉൾപ്പെടെ 5 പേർക്ക് ചുളുവി ജീവപര്യന്തം സംഘടിപ്പിച്ചു കൊടുത്ത്. ഒന്നും നിർത്താമോ? കാറ് കയറിയപ്പോ തുടങ്ങിയാണല്ലോ ഈ കളത്തില്. എന്തുദ്ദേശിച്ചായി സോപ്പ് പതപ്പിക്കുന്നത്? എന്ത് സോപ്പ്? അയ്യോ, ഞാൻ ബെഞ്ച് ക്ലാർക്കായിരിക്കാൻ തുടങ്ങിയിട്ടെ വർഷം 10-12ആയി. പല കൊടികുത്തിയ വക്കീലന്മാരുടെ വാദങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ നന്ദനെ പോലെ വാദിക്കാൻ അറിയാവുന്ന ഒരു വക്കീലിനെ ഭൂമി മലയാളം കണ്ടിട്ടില്ല. അമ്മേ, എന്താ അമ്മേ എന്നെ സൂപ്പിക്കാമേ? എന്തിനാന്നറിയാം? എന്റെ കല്യാണം കഴിഞ്ഞിട്ടും ഇവൻ ഇവിടെ തന്നെ പറ്റിക്കൂടണം. അതിനാണ് ഈ സോപ്പ്. ഓസിനൊന്നും അല്ലല്ലോ, മാസാമാസം 100 രൂപ എണ്ണി അമ്മയുടെ കയ്യിലോട്ട് കൊടുക്കുകയല്ലേ. പിന്നെ നിന്റെ 100 രൂപ കൊണ്ടല്ലേ ഇവിടുത്തെ കാര്യങ്ങൾ നടന്നേ. പോടാ. ആ 100 രൂപയ്ക്ക് എല്ലാ മാസവും നിങ്ങളുടെ 2 പേരുടെ പേർക്കും അമ്പലത്തിൽ വഴിപാട് കഴിക്കുന്നുണ്ട്, അറിയാമോ? അമ്മേ, എന്റെ പെറ്റമ്മ പോലും ഇങ്ങനെ ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ അടുത്ത മാസം പോലെ 50 രൂപ തന്നാ മതിയല്ലോ. എനിക്ക് വഴിപാട് വേണ്ട, വായിലോട്ടുള്ള വല്ലതും തന്നാ മതി. ഞാൻ അടങ്ങി ഒതുങ്ങി കിളിക്കൂട്ടി കഴിഞ്ഞോളാം. എന്നാലും ഇവിടുന്ന് ഒഴിഞ്ഞു പോവുകയില്ല. ഒഴിയും. എപ്പോ? നിന്റെ കല്യാണത്തിന് മുമ്പ് എന്റെ കല്യാണം നടത്തിയിട്ട് ഞാൻ ഒഴിയും. അമ്മേ, ഇവൻ കെട്ടാൻ പോകുന്ന പെണ്ണിന് എന്തൊക്കെയാ വേണ്ടെന്നറിയാമോ? സൗന്ദര്യം, മുട്ടറ്റ മുടി, സർക്കാർ ജോലി, സിറ്റിയിലൊരു വീട്. പിന്നെ വീടില്ലാതെ ഞങ്ങൾ ഭാര്യയും ഭർത്താവ് NH-47 കിടന്നുറങ്ങോ? അല്ല, ഈ 3 ഡിമാൻഡ് ഒത്ത ഒരു പെണ്ണിനെ വെറും ഒരു ബെഞ്ച് ക്ലാർക്കായ അളിയനെ കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ലെങ്കിൽ അതുവരെ ഞാൻ ഈ പെര നിറഞ്ഞു നിൽക്കും. അയ്യോ, പെര നിറഞ്ഞു നിൽക്കല്ലേ. അമ്മയ്ക്കും എനിക്ക് ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് പോകണം. ഒന്ന് ഒതുങ്ങി തരണേ. അതിനുള്ള ഗ്യാപ്പ് വിട്ടേക്കാം. കല്യാണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്ത് ശിവശങ്കരൻ വന്നിരുന്നു. ആതിരയുടെ ഫോട്ടോ നീ ചോദിച്ചിരുന്നില്ലേ? അതിവിടെ തന്നിട്ടുണ്ട്.
എവിടെ നോക്കട്ടെ നോക്കട്ടെ. നേരി കണ്ടതുപോലല്ല. അതെ, ഫോട്ടോയിൽ കുറച്ചുകൂടെ മെച്ചൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ടല്ലേ? അതല്ല, നേരിട്ട് കണ്ടപ്പോ അച്ഛനെയും മോളെയും പോലുണ്ടായിരുന്നു. ഇപ്പോ അപ്പൂപ്പനെയും കൊച്ചുമോളെയും പോലുണ്ട്. നിന്നെ ഇനി ഞാൻ പറഞ്ഞേ. അവൻ കുശുമ്പ് കൊണ്ട് പറയുന്നതല്ലേ, നീ പോയി കാപ്പുടിക്ക്. എടുത്ത് മുഴുവനെ അങ്ങോട്ട് ഞണ്ണ. ശങ്കരേട്ടൻ വല്ലതും പറഞ്ഞോമേ? അവർക്ക് താല്പര്യക്കുറവൊന്നുമില്ല. പിന്നെ വയസ്സിന്റെ കാര്യത്തിലേ അല്പ വിഷമേ ഉള്ളൂ. ഓ, ഇനി ജാതകം ചേരാതെ വരുമോ എന്തോ? ആ, ഇത് നടക്കുമെന്നാ എന്റെ മനസ്സ് പറയുന്നത്. നിന്റെ ജാതകം അവര് ചോദിച്ചു. ശിവശങ്കരൻ അതുകൊണ്ടാ പോയിരിക്കുന്നത്. ആണോ? ആ, ഈശ്വരാധീനം കൊണ്ട് ഈ ജാതകങ്ങളുടെ ഗണം രണ്ടും ഒന്നാ. അതായത് ഗുണം 10 എന്നർത്ഥം. പ്രശ്നമാർഗത്തിൽ ദീർഘദാമ്പത്യത്തിന് 23 പൊരുത്തങ്ങളാ പറയണത്. ഇവിടെ ഭാഗ്യം പോലെ ഒക്കെ ഒത്തു വന്നിരിക്കണു. അടുത്ത കാലത്തൊന്നും ഇത്ര വിശേഷമായിട്ടൊരു പൊരുത്തം ഞാൻ കണ്ടിട്ടില്ല. വേറെ എന്ത് തടസ്സം ഉണ്ടാച്ചാലും അതൊക്കെ അങ്ങോട്ട് ഒഴിവാക്കി ഈ ജാതകങ്ങൾ തമ്മിൽ കൂടി ചേർക്കുക. എല്ലാം ഉത്തമമായിരിക്കും. പിന്നെ നിനക്ക് ആരെയും ഇഷ്ടം അത് പറ. ഇതുവരെ നീ വിചാരിച്ച നടന്നത്. ഇനി എന്റെ മോൾ അങ്ങനെ വിചാരിക്കണ്ട. ഞങ്ങളുടെ തീരുമാനത്തിന് വിലയുണ്ടോന്ന് അറിയണമല്ലോ. എന്താ? അവൾക്ക് ഈ വിവാഹം ഇഷ്ടമല്ലെന്ന് ഏക്കും ചൊല്ലുമില്ലാതെ വളർത്തിയതിന്റെയാ. എന്താ മോളെ കാര്യം? അവൾക്ക് അയാളെ ബോധിച്ചില്ല, അത്ര തന്നെ. പ്രായം ലേശം കൂടുതലുണ്ടെന്നല്ലാതെ എന്താ നന്ദകുമാറിന് കുറവ്? നിന്റെ അമ്മയും ഞാനും തമ്മിലുള്ളല്ലോ 10-12 വയസ്സ് വ്യത്യാസം. പ്രായത്തിന്റെ ഒന്നുമല്ല, എനിക്ക് ഇഷ്ടമല്ല. അതിന്റെ കാരണമാ അച്ഛൻ ചോദിച്ചത്. കാരണമൊന്നും എനിക്കറിയില്ല. എന്റെ മനസ്സിനെ അയാളെ ഇഷ്ടപ്പെടാൻ പറ്റുന്നില്ല. നിന്റെ മനസ്സിൽ മാത്രം എന്താ ഇത്ര പ്രത്യേകത? വേറെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് മനസ്സിൽ തന്നെ വെച്ചാ മതി. നീ ഒന്നും മിണ്ടാതിരിക്കും വിജയലക്ഷ്മി. ഞാൻ മിണ്ടാതിരുന്നതാ ഇതിന്റെയൊക്കെ കാരണം. ഇപ്പൊ അനുഭവിക്കേ. മക്കളെ നിലയ്ക്കും വിലയ്ക്കുമല്ല വളർത്തിയെന്ന് പറഞ്ഞ് നിങ്ങളുടെ അമ്മേനെ എപ്പോഴും കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഒരു സർക്കാർ ജീവനക്കാരന്റെ പ്രാരാബ്ധങ്ങൾ ഒന്നും അറിയിക്കാതെയാ ഞാൻ നിങ്ങളെ വളർത്തിയത്. നിങ്ങളുടെ ഒരാഗ്രഹങ്ങൾക്കും ഈ അച്ഛൻ ഇതുവരെ എതിര് നിന്നിട്ടില്ല. അതൊന്നും വേണ്ടിയിരുന്നില്ല എന്ന് അച്ഛൻ ഇപ്പോഴും തോന്നിയിട്ടില്ല. പക്ഷേ അച്ഛനൊരു തീരുമാനമെടുത്താൽ മോൾക്കത് സ്വീകാര്യമാവും എന്ന അച്ഛൻ കരുതിയത്. ആദ്യം തന്നെ ഞാൻ അയാളെ വെറുത്തുപോയി. ഇനി എനിക്ക് ഇഷ്ടപ്പെടാൻ ഒരു കാരണവുമില്ലാതെ ഒരാളുടെ വെറുപ്പ് കാണിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. നന്ദകുമാറിന് സ്വന്തമായ ഒരു ജോലിയുണ്ട്, സമൂഹത്തിൽ മാന്യമായ സ്ഥാനം, സ്വന്തമായ ആദർശവും അഭിപ്രായമുള്ള ചെറുപ്പക്കാരൻ. വീട്ടിൽ വേറെ ബാധ്യതകളില്ല. മകൾക്കൊരു ഭർത്താവിനെ കുറിച്ച് ചിന്തിക്കുമ്പോ ഒരു അച്ഛനിൽ കൂടുതൽ എന്താ ആലോചിക്കാനുള്ളത്? അച്ഛൻ പറയുന്നതെല്ലാം ശരിയായിരിക്കും. പക്ഷേ ഞങ്ങൾ തമ്മിൽ ഒരു ചേർച്ചയില്ല. അതിനെ മോളെ, മോൾക്ക് ഇങ്ങനെ ഒരു ആലോചന നടക്കുന്നുവെന്ന് അറിഞ്ഞിട്ടും മോൾ എതിർപ്പൊന്നും പറഞ്ഞില്ല. ജാതകങ്ങൾ തമ്മിൽ നല്ല പൊരുത്തമാണെന്ന് കൂടി കണ്ടപ്പോ അച്ഛൻ വാക്ക് കൊടുത്തുപോയി. അച്ഛനെ ഇത് മാറ്റി പറയണോ? മോള് സ്വസ്ഥമായിട്ടൊന്ന് ആലോചിക്കും. പിന്നെ അപ്പോഴത്തെ ദേഷ്യത്തിൽ ഞാനങ്ങനെ പറഞ്ഞെങ്കിലും ആലോചിച്ച് നോക്കിയപ്പോ അവള് പറഞ്ഞാലും കാര്യമുണ്ടെന്ന് തോന്നുന്നു. അവൾക്ക് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ നമ്മൾ നിർബന്ധിക്കണോ? നീ എന്താണ് പറയുന്നത്? അവളുടെ ഭാവിയുടെ സുരക്ഷിതത്വമല്ലേ നമ്മൾ നോക്കേണ്ടത്? അതിൽ കൂടുതലായിട്ട് ഒരു മകൾക്ക് വേണ്ടി അച്ഛനെ കൊണ്ട് എന്താ ചെയ്യാൻ കഴിയുക?
കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് എങ്ങനെ മാറ്റാം? അത് ശരി. പബ്ലിക് പ്രോസിക്യൂട്ടർ നന്ദകുമാറിന്റെ മുറിയിൽ ബ്യൂട്ടി പാർലർ എപ്പോ തുടങ്ങി? ഒരല്പം മര്യാദ വേണം. ഈ കഥകിനൊന്നും മുട്ടിയിട്ട് ഞാൻ അകത്തോട്ട് ആ, പിന്നെ കഥകിന് മുട്ടി അനുവാദം മേടിച്ച് അകത്ത് കയറാൻ ഇതെന്താ രാമസ്വാമിയുടെ ചേമ്പറോ? കല്യാണം നടക്കുമെന്നായതേ ഉള്ളൂ, സ്വന്തം കൂട്ടുകാരനെ തടയാനുള്ള ശ്രമം തുടങ്ങി. എന്താ എനിക്കൊന്നും പറ്റുകയില്ലേ? പിന്നൊരു കാര്യം, പാൽപ്പാട പുരട്ടുകൊണ്ട് മാത്രം ഈ മുഖത്തെ രൗദ്രഭാവം മാറില്ല, അതിന് പ്ലാസ്റ്റിക് സർജറി തന്നെ വേണം. കുറെ പേരെ വാദിച്ച് തൂക്കിലേറ്റിയതല്ലേ, വെറുതെ എന്തിനാ പാലിന്റെ വിറ്റാമിൻ കളയുന്നത്? ആ, ഈ അറിവ് പകർന്നു തരാനായിരിക്കും അവിടുന്ന് ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയത്. വെരി വെരി സോറി, അതിനല്ല. പിന്നെ അതിന് അയ്യോ, ഞാൻ മറന്നുപോയല്ലോ. ഞാൻ എന്ത് പറയാനാ ഇങ്ങോട്ട് ഇടിച്ചു കളിക്കറി വന്നേ? എടാ, ഒരാഴ്ച നീ ലീവ് എടുത്ത് വീട്ടിലിരുന്നാലും ഇത് ഓർമ്മ കിട്ടിയത്. അമ്മേ പാൽപ്പാട. അന്തരോട് എന്തെടുക്കുക? മുഖം തുടക്കറിയാ. എന്താ രണ്ടും കൂടി ഇതിനകത്തുണ്ടായിരുന്നോ? ആ, എന്താ? ജമാൽ എത്ര നേരമായി ഇവിടെ വന്ന് കാത്തിരിക്കുന്നു? അയ്യോ, ഏ? അത് പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഏ. സാറിന്റെ ഗുമസ്തൻ ഗുലിമാലി ജമാല് കാണാൻ വന്നിരിക്കുന്നു. ഇന്നത്തെ ദിവസം പോക്കാ. ആർക്ക്? അല്ല, എന്റെ. പോടാ ഇറങ്ങ്. കേസ് കെട്ടൊക്കെ നേരത്തെ കൊണ്ട് തരണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. നേരത്തെ തന്നെ ഇറങ്ങിയതാണ് സാറേ. അപ്പോഴാണ് സെക്കൻഡ് വൈഫിന്റെ ബാപ്പാക്ക് കോളറാന്നും പറഞ്ഞ് അവൾ അളാപ്പ് വന്നത്. അറിഞ്ഞ സ്ഥിതിക്ക് അവിടം വരെ ഒന്ന് പോകാതിരിക്കാതെ പറ്റുമോ? അങ്ങനെ ഇരിക്കെ ഇറങ്ങിയേക്കാന്ന് എത്തിയപ്പോഴാണ് ഫസ്റ്റ് വൈഫിന്റെ ബാപ്പാക്ക് ബസൂരി എന്നും പറഞ്ഞ് അവൾ അളാപ്പ് വന്നത്. ഇതെല്ലാം കൂടി കേട്ടപ്പോ പടച്ചോനാണ് നമുക്ക് ഒരു ലൂസ് മോഷൻ. അതാണ് വരാൻ വൈകി. ഇപ്പൊ മോഷണം കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ കുഴപ്പമൊന്നും. ഇതാ നാളെ ഏതൊക്കെയാ കേസ്? CP 38/87, CP 52, അതൊക്കെ പറഞ്ഞു. CP 22/88, സെഷൻസ് 3/90, സെഷൻ 2 ആ മതി 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 മതി. നാളെ രാവിലെ 8 മണിക്ക് ഓഫീസ് തുടങ്ങണം. ഓ മജിസ്ട്രേറ്റ് കോർട്ടിലെ കേസിന് ബാലേന്ദ്ര അപ്പിയർ ചെയ്യട്ടെ. ആ. ഓ. താൻ പബ്ലിക് പ്രോസിക്യൂട്ടർ നന്ദകുമാറിന്റെ ഗുമസ്തനായിരിക്കാം, പക്ഷെ അങ്ങേര് മാത്രം താമസിക്കുന്ന വീടല്ല ഇത്. കേസ് കേട്ട് ഡിസ്കസ് ചെയ്യണമെങ്കിൽ അത് വക്കീൽ ആഫീസിലോ കോടതി തിണ്ണയിലോ വെച്ച് ആയിക്കോണം. ഒരു നിസ്സാരനായ വക്കീൽ ഗുമസ്തനായ താൻ ഒരു ബെഞ്ച് ക്ലാർക്കായ എന്റെ വീട്ടിൽ ഇങ്ങനെ എപ്പോഴും പിച്ചക്കാരനെ പോലെ കയറി ഇറങ്ങുന്നുണ്ടാൽ ആളുകൾ തെറ്റിദ്ധരിക്കണോ? അന്ന് ഞമ്മളാണല്ലേ, പെണ്ണൊന്നും അല്ലല്ലോ. ഓമരട്ടെ, അതൊക്കെ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് വന്നിട്ട് തീരുമാനിക്കാം. താൻ ഇവിടെ വരുന്ന എനിക്ക് ബുദ്ധിമുട്ടാ. ആരുടെയും സ്വാധീനത്തിൽ വീഴാത്ത സത്യസന്ധനായ ഒരു ബെഞ്ച് ക്ലാർക്കാണ് ഞാൻ. അതെനിക്കറിയാടോ? അറിയാം. ആ സാറും നന്ദകുമാർ സാറും 10ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചവരാണെന്നും ആ. നന്ദകുമാർ സാറിന്റെ വിദ്യാഭ്യാസ രേഖ ഇടയ്ക്ക് വെച്ച് മുറിയാതിരുന്നതുകൊണ്ട് ആ. അദ്ദേഹം പഠിച്ച് വലിയൊരു വക്കീലായെന്നും ക്ലാസ്മേറ്റായ ഉണ്ണിത്താൻ സാറിന് വിധി ഒരു ബെഞ്ച് ക്ലർക്കാക്കിയെന്നും വാദി പ്രതി സാക്ഷി വ്യത്യാസമില്ലാതെ കോടതി വരാതെ പറയണേ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് ഞങ്ങളൊന്നും ഇപ്പോഴും ഒരു എടാ പോടാ ബന്ധമാണുള്ളത്. പണ്ടുണ്ടതും പാളയത്തൂരിയതുമായ ചരിത്രം പറഞ്ഞ് പ്രഗത്ഭനായ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറിന്റെ കൂടെ നിസാരനായ ഒരു ബെഞ്ച് ക്ലർക്ക് ഇങ്ങനെ പതയടിച്ച് കഴിയുന്നത് പ്രോട്ടോകോളിൽ ചേർന്നല്ലെന്നേ ഞമ്മക്ക് പറയാനുള്ളൂ. ബെഞ്ച് ക്ലർക്ക് ബെഞ്ചിൽ ഇരുന്നാ മതി, മേശപ്പുറത്ത് കയറണ്ട. വെറുതെ അല്ലടോ തന്റെ രണ്ടമ്മായിയപ്പന്മാർക്കും കാളറയും വസൂരിയും തനിക്ക് ലൂസ് മോഷനും വരുന്നു. തന്റെ മനസ്സിലിപ്പ് ശരിയല്ലല്ലോ. അത് പിന്നെ